അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. ഏറ്റവും വലിയ മുസീബത്ത് എന്താണ്? മുസീബത്തൊക്കെ നീങ്ങുന്ന ഏറ്റവും വലിയ മുസീബത്ത് എന്താണ്? മുജാഹിദാവുക. അത് നീങ്ങും. മുജാഹിദായി പോവുക എന്ന മുസീബത്ത് നീങ്ങും. ഈമാനില്ലാതെയായി പോകുന്നതിനേക്കാൾ വലിയ മുസീബത്തുണ്ടോ? നരകത്തിൽ കിടക്കുന്നതിനേക്കാൾ വലിയ മുസീബത്തുണ്ടോ? അതാ അദ്ദേഹം പറഞ്ഞത്, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. മുസീബത്ത് നീങ്ങും. മൗലവിമാരുണ്ടെങ്കിൽ ഇറങ്ങുന്നു പോവും, അതൊരു മുസീബത്ത് നീങ്ങലാണല്ലോ. ദ്വാക്കുത്തരം കിട്ടൂലേ? അങ്ങനെ എത്ര മുസീബത്ത് നീങ്ങും മൗലിദ് ഓതുമ്പോ. പക്ഷെ ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ അരമുസ്ലിയാർക്കുണ്ടായോ? അയാളാപ്പണ്ടായത് ഇസ്ലാഹ് വായിച്ചിട്ട് മുജാഹിദായത്. പിന്നെ കേൾക്കണോ വിഡിത്തം പറയുന്നത്? കേട്ടോളി. ആവശ്യം ഇതുകൊണ്ടെപ്പോഴും നേടുന്നതാ, ദാരിദ്ര്യവും ഇത് ചൊല്ലി നീങ്ങുന്നതാ. ഇതെല്ലാം പരിഹസിച്ചിട്ട് പറയാണ്. തഴവന്റെ കിതാബ് നമുക്കറിയുന്നില്ലേ? ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ തഴവ മുസ്ലിയാരുടെ ഈ വാചകത്തിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആവശ്യം ഇതുകൊണ്ടെപ്പോഴും നേടുന്നതാ. ഏറ്റവും വലിയ ആവശ്യം എന്താണ് മൗലവി? അരമുസ്ലിയാരോട് ചോദിക്കുന്നത് ഈമാനോടെ മരിക്കലല്ലേ? ആവശ്യം ഇതുകൊണ്ടെപ്പോഴും നേടുന്നതാ. ഹിദായത്ത് നിലനിൽക്കലല്ലേ ഏറ്റവും വലിയ ആവശ്യം. പക്ഷെ ആവശ്യം എന്നതിന്റെ അർത്ഥം ഇയാൾക്ക് മനസ്സിലായില്ല. മുസീബത്ത് എന്നതിന്റെ അർത്ഥവും മനസ്സിലായില്ല. കാരണം ഇയാള് മുസ്ലിയാന്മാര് പണത്തിന്റെ ആളാണ്, ചോറിന്റെ ആളാണ് എന്ന ഗീബത്തും പറഞ്ഞ് നടക്കുന്ന സംസ്കാരക്കാരനല്ലേ. ബുദ്ധി തൊട്ട് തീണ്ടിയിട്ടില്ലല്ലോ. ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം കേൾപ്പിക്കട്ടെ. അള്ളാനെ പരിഹസിച്ച് ഞാൻ കാണിച്ചല്ലോ. ഉള്ളാളം തങ്ങളെ പരിഹസിച്ചു മൗലവിമാര്. എന്തേ പരിഹസിച്ചറിയോ? ബഹുമാനപ്പെട്ട ഉള്ളാൽ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, ഈ പള്ളിയിൽ ജുമഅ തുടങ്ങിയത് തങ്ങളവറുകളാണ്. ഈ ജുമഅ ഉദ്ഘാടനം ചെയ്ത് തങ്ങളവറുകളാണ്. സുബ്ഹാനല്ലാഹ്, അത് നമുക്കൊരു ഭാഗ്യമാണ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. തങ്ങളവറുകളെ പരിഹസിക്കാൻ വേണ്ടി മൗലവിമാരെന്ത് ചെയ്തു എന്നറിയോ? തങ്ങളെ പൊരേന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് മുജാഹിദ് പള്ളി ഉണ്ടാക്കി. എവിടെ? ഫറൂഖില്. എന്താണ് തങ്ങളുടെ നാട്ടിന്റെ പേര്? കരുവന്തുരുത്തി. കരുവന്തുരുത്തിയിൽ ഒരു മുജാഹിദ് പള്ളി ഉണ്ടാക്കി. ആ പള്ളിയാ നിങ്ങൾ കാണുന്നത് തങ്ങളെ പൊരന്റെ മുന്നിൽ. തങ്ങൾക്ക് നിസ്കരിക്കാനും തങ്ങളെ കാണാൻ വരുന്നവർക്കും നാട്ടുകാർക്കും നിസ്കരിക്കാനും തങ്ങളവറുകൾ അതിന്റെ അപ്പുറത്ത് വേറൊരു പള്ളി ഉണ്ടാക്കി. അതൊന്ന് കാണിക്കുമോനെ? അതാ തൊട്ടടുത്താണ് രണ്ടും. എന്നാൽ ഈ പള്ളി തങ്ങളവറുകൾ ഉണ്ടാക്കിയപ്പോ കുഞ്ഞിക്കോയാന്റെ പള്ളി അത് ഞങ്ങൾ കൂട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് RDOന് കേസ്, RDOന്റെ അടുത്ത് പരാതി കൊടുത്തു. തങ്ങളെ പള്ളി കൂട്ടിക്കാൻ പരാതി കൊടുത്തു. അങ്ങനെ പള്ളി കൂട്ടിക്കാൻ പരാതി കൊടുത്തു. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് മുജാഹിദുകളെ തങ്ങളെ പള്ളി ഇപ്പോഴും നിസ്കരിക്കുന്നു, ദിക്ർ നടക്കുന്നു, സലാത്ത് നടക്കുന്നു. മുജാഹിദിന്റെ പള്ളി പൂട്ടിക്കിടക്കുന്നു. ഇത് മഹശറയിൽ വെച്ചല്ല, ദുന്യാവിൽ വെച്ച് തന്നെ കാണിച്ചു തരികയാണ്. തങ്ങളെ പള്ളി അതാ മുജാഹിദിന്റെ പള്ളി പൂട്ടിക്കിടക്കുന്നു. കാരണം രണ്ട് മുജാഹിദും തമ്മിൽ തല്ലാണ്. അവിടെ കണ്ടില്ലേ ISM കോടതി വിധി എന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് എഴുതി വെച്ചത്. അങ്ങനെ രണ്ട് മുജാഹിദും തമ്മിൽ തല്ലിയിട്ട് തങ്ങളെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള പള്ളി പൂട്ടിക്കിടക്കുന്ന മൗലവിമാരെ, നിങ്ങളെ പള്ളി പൂട്ടിക്കിടക്കുന്നു. തങ്ങളെ പള്ളി വാതിൽ തുറന്ന ഫോട്ടോ എന്ന് വെക്കുമോനെ. അത് വാതിലും തുറന്നിട്ട് അതാ പള്ളിയിൽ ആളുകൾ പോകുന്നു, നിസ്കരിക്കുന്നു, സലാത്ത് ചൊല്ലുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഞാൻ പറഞ്ഞത് ഇവർക്ക് മുഴുവൻ പരിഹാസമാണ്, സാദാത്തുക്കളെ പരിഹാസമാണ്. തങ്ങന്മാരെ കൈപിടിക്കരുത് പോൽ, ചുംബിക്കരുത് പോൽ. പാണക്കാട് തങ്ങളെ കൈപിടിച്ച് ചുംബിച്ച മുസ്ലിമുകളും മുശ്രിക്കീകളാണോ മൗലവിമാരെ? എങ്കിലും നിങ്ങളെ കൂടെയുള്ള KC അബൂബക്കർ മൗലവിയും അതുപോലെ സീതി ഹാജിയും അതുപോലെ MK ഹാജിയും അതുപോലെ എത്രയെത്ര മുജാഹിദുകൾ തങ്ങളെ മുന്നിൽ തലയും താഴ്ത്തി വന്നിരിക്കാറുണ്ട്. ബാപ്പയ്ക്ക് തങ്ങളെ മുന്നിൽ നിങ്ങൾ എത്ര തലതാഴ്ത്തിയിരിക്കാറുണ്ട്. ആ മൗലവിമാരൊക്കെ മുശ്രിക്കീകളാണോ?
ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇനിയെങ്കിലും അഹങ്കാരം നിർത്തൂ, ഇനിയെങ്കിലും പരിഹാസം നിർത്തൂ, വന്നാലെങ്കിലും ഒന്ന് പഠിക്കൂ മൗലവിമാരെ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, കറാമത്തിൽ ഇവർക്കുണ്ടുപോലും ആർക്ക് മുജാഹിദിന് കറാമത്തുണ്ട്. അതായത് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. മൗലവി പറയുന്നത്, ഞാൻ മൗലവിയുടെ പിതാവ് യാസീൻ ഓതിയിട്ട് പൈസ വാങ്ങിയിട്ട് അതിനെ മൗലവി പരിഹസിച്ചു, പിതാവിനെ കുറ്റം പറഞ്ഞു എന്ന് ഇവിടുന്ന് പ്രസംഗിച്ചിരുന്നു. അതിന് മൗലവി ഇപ്പൊ എന്ത് ചെയ്തു അറിയോ? എന്റെ ബാപ്പനെ പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുകയാണ്. ഞാൻ അയാളെ ബാപ്പനെ പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ അദ്ദേഹത്തെ ബാപ്പയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുമ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രം പറയൂലേ, അതുപോലെ ഇക്രിമത്ത് റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുമ്പോ അബൂജഹലിന്റെ ചരിത്രം പറയൂലേ. ചരിത്രം പറഞ്ഞാൽ ബാപ്പനെ പറയലാണെങ്കിൽ പിന്നെ നമ്മളെ കിതാബ് മുഴുവനും ബാപ്പനെ പറഞ്ഞ കിതാബാന്ന് വരൂലേ. അപ്പൊ ഞാൻ ചരിത്രം പറഞ്ഞതല്ലാതെ ഒരു ചീത്തയും ഞാൻ അയാളെയും പറഞ്ഞില്ല, ബാപ്പനെയും പറഞ്ഞിട്ടില്ല. എന്നാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഇയാള് പറയുന്നത്, ഞാൻ എന്റെ ചരിത്രം മുഴുവനും പേരോട് ഇവിടുന്ന് പറഞ്ഞു, ഉപ്പാന്റെ മക്കളെല്ലാം എണ്ണി. ഇപ്പൊ എന്റെ പെങ്ങൾ എന്നോട് ചോദിക്കുന്നത്, എന്ത് നമ്മളൊട്ടാകെ ഫേമസ് ആയല്ലോ. എന്താ സംഗതി എന്നറിയോ? സംഗതി ഇയാളെ നാട്ടിൽ ഞാൻ പ്രസംഗിച്ച 4 ദിവസത്തെ 8 CD കൊണ്ടുപോയിട്ട് അവിടുത്തെ ഇയാളെ കുടുംബക്കാരി എന്നെ പ്രദർശിപ്പിച്ച്. കാരണം അവർക്കൊക്കെ വേദന ഉണ്ട് ഇയാളെ ബാപ്പനെ പറഞ്ഞ വകയിൽ. അങ്ങനെ അയാളെ ബാപ്പനെ സ്നേഹിക്കുന്ന കുടുംബക്കാര് അയാളെ നാട്ടിൽ കൊണ്ടുപോയിട്ട് എന്റെ പ്രസംഗത്തിന്റെ CD പ്രദർശിപ്പിച്ചു. അങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് അവിടുന്ന് നാട്ടുകാർ മുഴുവൻ അത് കേട്ടപ്പോ ഇയാള് പെങ്ങളും കേട്ടിട്ടുണ്ടാവും. പെങ്ങൾ ഇയാളോട് ചോദിക്കാണ്, നമ്മൾ ഫേമസ് ആയല്ലോ. അപ്പോ ഇയാളെന്നെ പറയും, ഇവിടെ മതി, എന്റെ പെങ്ങൾ എന്നോട് ചോദിച്ചു നമ്മൾ ഫേമസ് ആയല്ലോ. അപ്പൊ മൗലവിന്റെ മറുപടിയാണ് നിങ്ങൾ കേൾക്കുന്നത്. മറുപടി എന്നറിയോ? അത് ബാപ്പാന്റെ കറാമത്താണ്, യാസീനോന്റെ മൊഴിയാരെ കറാമത്തേ. അതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇനിയും നിങ്ങളോട് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നാദാപുരത്തുനിന്ന് മുജാഹിദീങ്ങൾ തുടങ്ങിയത് എങ്ങനെയാണെന്നറിയോ? മരിച്ച കറാമത്തില്ല എന്ന് വാദിച്ചിട്ട് കുത്തുബിത്തങ്ങളടക്കമുള്ള നമ്മളെ മഹാന്മാര് വാദപ്രതിവാദം നടത്തിയിട്ട് കറാമത്തില്ല, മരിച്ച കറാമത്തില്ല എന്ന് പറയാൻ വേണ്ടി തെങ്കത്തീവ് കറാമത്തിൽ ഔലിയായി എന്ന് ലാത്തങ്കത്തീവിന്റെ ലാഗത്ത് വായിച്ചിട്ടാണ് ഇവിടെ ഈ നാദാപുരത്ത് മുജാഹിദിന്റെ തുടക്കം. അന്ന് ഞാൻ ജനിച്ചിട്ടില്ല, ചിലരും പേരുണ്ടായിട്ടാ മുജാഹിദ് ഉണ്ടായത്. അന്ന് ഈ ലാഗക്കുന്ന സമയത്ത് ഞാനുണ്ടായിരുന്നോ? ഞാനൊന്നും ജനിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ലാത്തങ്കത്തീവ് കറാമത്തുൽ ഔലിയായി മൗത്തിഹിം എന്ന ലാ കട്ട് വായിച്ച മൗലവിമാരെ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട്, ഉസ്താദുമാരെ പൊരുത്തം കൊണ്ട്, ഈഗൽ ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട് മുജാഹിദിനെ കണ്ടിക്കൽ വെച്ച് പിടിക്കണം. ഈഗൽ ഉസ്താദ് എനിക്ക് പൊരുത്തം തന്നിട്ടുണ്ട്. കാന്തപുരം ഉസ്താദും ഉള്ളാർത്തകളും സർവ്വ ഉസ്താദുമാരും പൊരുത്തം തന്നിട്ടുണ്ട്. ആ മഹാന്മാരുടെ പൊരുത്തം കൊണ്ട് ഈ നാദാപുരത്ത് വെച്ച് മരിച്ചതിന്റെ ശേഷം ബാപ്പയ്ക്ക് കറാമത്തുണ്ടായി എന്ന് മൗലവിയെ കൊണ്ട് സമ്മതിപ്പിച്ചു കേട്ടോ. അതാണ് എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത്, കേട്ടോളൂ. ഇയാൾ പറഞ്ഞതെന്താ? എന്റെ കുടുംബത്തിന്റെ പേരുകൾ മുഴുവൻ ഇയാൾ ഇവിടെ പറഞ്ഞില്ലേ, ഒന്ന് തെറ്റാതെ. എന്റെ പെങ്ങൾ എന്നോട് പറഞ്ഞ്, നമ്മളിപ്പോ എല്ലായിടത്തും ഫേമസ് ആയല്ലോ, അതൊരു ബർക്കത്താന്ന് കൂട്ടിക്കോ നമ്മളെ ബാപ്പന്റെ എന്ന് പറഞ്ഞു. ബാപ്പന്റെ ഒരു കറാമത്താന്ന് കൂട്ടിക്കോ. കണ്ടോ? അപ്പോ ബാപ്പ മരിച്ചപ്പോ കറാമത്തുണ്ടായി, കാരണം യാസീൻ ഓതിയതുകൊണ്ട്. ഇനി നിങ്ങൾ കേട്ടോളൂ സഹോദരന്മാരെ, ഞാൻ എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത് എന്താണ്? എനിക്ക് കേൾപ്പിക്കുന്നതിന് മുമ്പ് ഒന്നും കൂടി പറയാം. ഇയാള് പറയുന്നുണ്ട്, ബാപ്പ മുമ്പ് അങ്ങനെ യാസീനെ ഓതി, പിന്നെ ഞാൻ ഹജ്ജിന് കൊണ്ടുപോയിട്ട് ബാപ്പനെ നന്നാക്കിയെടുത്ത്, അങ്ങനെ ബാപ്പ അവസാനം ഈമാനോടെ മരിച്ചു, ആദ്യം ജാഹിലിയ്യ കാലായിരുന്നു എന്ന് പറയും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇയാള് നന്നാക്കിയെടുത്ത ഇയാളെ മുരീദായ ബാപ്പക്ക് മരിച്ചിട്ട് കറാമത്താണെങ്കിൽ ഈ മൗലവി മരിച്ചാൽ എത്രയായിരിക്കും കറാമത്തിന്റെ? ശൈഖാണല്ലോ. മൗലവി നിങ്ങളെ ബാപ്പ നിങ്ങളെ മുരീദാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആ മുരീദിന് ഇങ്ങനത്തെ കറാമത്താണെങ്കിൽ മൗലവിന്റെ കറാമത്ത് എത്രയായിരിക്കും എന്നാ നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഞാൻ മൗലവിന് പറഞ്ഞത്. എന്നാ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനിവിടെ അദ്ദേഹത്തിന്റെ ബാപ്പനെ ചീത്ത പറഞ്ഞിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ബാപ്പനെ ചീത്ത പറഞ്ഞിട്ടില്ല, അയാളെ ബാപ്പനെയും പറഞ്ഞിട്ടില്ല. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു. ശരിക്ക് നിങ്ങളൊന്ന് കേൾക്ക്. ഞാൻ ചീത്ത പറയുന്നുണ്ടോ? ഈ മൗലവിയുടെ സ്വന്തം പിതാവ്, മൗലവിയുടെ സ്വന്തം പിതാവ്, സ്വന്തം പിതാവ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം
അദ്ദേഹം കട്ടുപ്പാറ ജുമാഅത്ത് പള്ളിയിലെ മുക്രിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, പോക്കറുമല്ല എന്നാ പേര്. ഈ പോക്കറുമല്ല ഈ അടുത്താണ് മരിച്ചത്, ഈ കഴിഞ്ഞ വലിയ പെരുന്നാളിന്റെ അടുത്താണ് മരിച്ചത്. ഈ പോക്കറുമല്ല അദ്ദേഹത്തിന് ഒരു മകൻ മുഹമ്മദ് അലി ദാരിമി, കട്ടുപ്പാറ ജുമാഅത്ത് പള്ളിയിലെ ഖാദിയാണ്. വേറൊരു മകൻ ഉമർ ഫൈസി, അത് വേറൊരു മൂല്യാണ്. മൂന്നാമത്തെ മകനാണ് ഹുസൈൻ സലഫി. നാലാമത്തെ മകനാണ് അബൂബക്കർ, അയാളൊരു ടൈലർ. അഞ്ചാമത്തെ മകളാണ് മാളു. ആറാമത്തെ ആളാണ് സൈനബ്. ഏഴാമത്തെ ആളാണ് റംല. ഈ മുസ്ലിയാർ പിതാവ് ഹുസൈൻ സലഫിയുടെ പിതാവ് അദ്ദേഹം മരിച്ചു. ഈ അടുത്ത് മരിച്ചപ്പോ സാധാരണ സുന്നികളായ ആളുകൾ മരിച്ചാൽ ഉണ്ടാകുന്ന എല്ലാ കർമ്മവും നടന്നിട്ടുണ്ട്. മയ്യത്തും വെച്ച് ഖുർആൻ ഓതിയിട്ടുണ്ട്, ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. മയ്യത്ത് മറവ് ചെയ്തതിന് ശേഷം ദ്വാരക്കലി കഴിച്ചിട്ടുണ്ട്, അന്നദാനുണ്ട്, ദിക്റുണ്ട്. 40 ദിവസം മങ്കൂസ് മൗലിദ് ഓതിയിട്ടുണ്ട്. പോരെയുണ്ട് 40 ദിവസം. ഈ പോക്കറുമല്ലയുടെ മകനാണ് ഹുസൈൻ സലഫി. നിങ്ങൾക്ക് ആർക്കും വിഷമം വേണ്ട, ഞാൻ കുഞ്ഞബ്ദുല്ലാജിന്റെ മകനാണേ, എനിക്ക് അതിനൊരു വിഷമമില്ല. എന്റെ വാപ്പന്റെ പേര് പറഞ്ഞാൽ ഞാൻ ചീറ്റിയൊന്നല്ല പറയുന്നത്. ഞാൻ പറയുന്നത് അദ്ദേഹം പോക്കറുമല്ലയുടെ മകനാണ്. ഈ പോക്കറുമല്ല ഹുസൈൻ സലഫിയെ പോറ്റി വളർത്തിയത് എങ്ങനെയാ? ഹുസൈൻ സലഫിയെയും കൂട്ടിയിട്ട് മങ്കൂസ് ഓതാൻ പോകും, മുഹീദ്ദീമാല പാടാൻ പോകും, യാസീൻ ഓതാൻ പോകും. എന്നിട്ടോ അപ്പൊ പോക്കറുമല്ലയുടെ കീശയില് പെരിന്തൽമണ്ണക്കടുത്ത് കട്ടിപ്പാറുള്ള ആൾക്കാര് ഹദിയയായിട്ട് എന്തെങ്കിലും ഇട്ടുകൊടുക്കും. ചിലപ്പോ സലഫീന്റെ കീശയിൽ ഇട്ടുകൊടുത്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു, എനിക്ക് ഉറപ്പില്ല. അപ്പൊ ഇങ്ങനെ ഈ കിട്ടിയ പണം കൊണ്ടാണ് ഹുസൈൻ സലഫിയെ ആ പാവപ്പെട്ട മനുഷ്യൻ പോറ്റി വളർത്തിയത്. പക്ഷേ ആ പാവപ്പെട്ട മനുഷ്യൻ മരിക്കുന്നതോടെ മറ്റു മക്കളൊക്കെ സുന്നത്ത് ജമാഅത്തിൽ നിന്നെങ്കിലും ഈ മരിച്ച ബാപ്പ യാസീൻ ഓതിയിട്ട് പണം വാങ്ങിയത് വളരെ മോശമായി പോയി എന്ന് നാദാപുരത്ത് വന്ന് പ്രസംഗിക്കാനാണ് ഹുസൈൻ സലഫി. ഒരു മനുഷ്യൻ കുരുത്തം കെട്ടാല് അതിനൊരു പരിധിയില്ലേ? സ്വന്തം ബാപ്പ യാസീൻ ഓതിയിട്ട് പൈസ വാങ്ങിയത് അയാള് പരിഹസിക്കുന്നത് നിങ്ങളൊന്ന് നോക്കണം. പേരോടിനെയല്ല നിങ്ങൾക്ക് ഉറപ്പല്ലേ? നിങ്ങൾ എന്റെ നാട്ടുകാരല്ലേ? പേരോട് ആരെങ്കിലും എനിക്ക് യാസീൻ ഓതിയിട്ട് പൈസ പറയാൻ പറ്റുമോ? പേരോട് എന്ന് പറഞ്ഞ പ്രദേശത്തുനിന്ന് യാസീൻ ഓതിയിട്ട് എനിക്ക് ഏതെങ്കിലും ഒരാള് യാസീൻ ഓതിയിട്ട് പൈസ തന്നത് തെളിയിക്കാൻ കഴിയും? നാദാപുരത്തുനിന്ന് യാസീൻ ഓതിയിട്ട് എനിക്ക് പൈസ തന്നത് തെളിയിക്കാൻ കഴിയും? അപ്പൊ എന്തായാലും ആ സമീർ എന്നെ കൊള്ള മാറ്റാൻ വകുപ്പില്ലല്ലോ. അപ്പൊ യാസീൻ ഓതിയിട്ട് പോക്കറ്റിൽ പൈസ വാങ്ങുന്നത് ആരെ സംബന്ധിച്ചാണ്? വമീർ മടങ്ങുന്നത് കബറിലേക്കാ. ആരെ കബറില്? ഹുസൈൻ സലഫിന്റെ കബറില്. കച്ചവടക്കാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ ഹുസൈൻ സലഫിന്റെ വാപ്പന്റെ കബറിൽ പറയുന്നത്. അത് ഞാനൊന്ന് ചുരുക്കിയതാ കേട്ടോ, കാരണം വാപ്പൻ പറഞ്ഞു തരുന്ന ആളാ. ഹുസൈൻ സലഫിന്റെ കബറിൽ നിന്നല്ലേ ഞാൻ പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ എന്ത് പറയും? ഹുസൈൻ സലഫിന്റെ വാപ്പന്റെ കബറിൽ എന്ന് പറയും, വാപ്പനെ പറഞ്ഞു എന്ന് പറയൂ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, വാപ്പനെ ഒഴിവാക്കി ഹുസൈൻ സലഫിന്റെ കബറിൽ എന്ന് പറയും. കാരണം അതിന്റെ ദോഷം വാപ്പ എല്ലാം അനുഭവിക്കുക, ഇയാളെ അനുഭവിക്കുക. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒക്കെ അനാചാരം. മോലിയന്മാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ ആചാരം. അപ്പോ എന്താണ്? കച്ചവടക്കാർ പാടില്ലേ, മറ്റൊരു പാടില്ലേ, പിന്നെന്താ വേണ്ടേ? അസീനത്ത് വേണേ നമ്മളെ പോക്കറ്റിക്ക്, മറ്റേത് വേണേ നമ്മളെ പോക്കറ്റ്. മുസ്ലിയാക്കന്മാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ ആചാരം, കച്ചവടക്കാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ അനാചാരം. അപ്പൊ കണ്ടോ, സ്വന്തം ബാപ്പനെ പറഞ്ഞാണ്. യാസീനോദിട്ട് പോക്കറ്റിൽ പൈസ വാങ്ങിയിട്ട് ഇയാളെ പോറ്റി വളർത്തിയിട്ട് ചെയ്ത നന്ദിയാണ്. സ്വന്തം ബാപ്പനെ സുബ്ഹാനല്ലാഹ് യാസീനോദിട്ട് പോക്കറ്റിൽ പൈസ വാങ്ങുന്നവരാണ് മുസ്ലിയാന്മാര്. സഹോദരന്മാരെ, ഇതിലെവിടെയാ ചീത്ത? ഞാൻ എന്താ ചീത്ത പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ബാപ്പ യാസീൻ ഓതി ക്യാഷ് വാങ്ങിയിട്ട് ഇയാളെ പോറ്റി, അതിന്റെ നന്ദിയായിട്ട് ഇവിടെ വന്നിട്ട് കീശയിൽ ഇങ്ങനെ കാണിച്ചിട്ട് എന്നെ പരിഹസിച്ചേ പോട്ടെ, സ്വന്തം ബാപ്പനെ പരിഹസിച്ചിട്ട് അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് എന്റെ രസമല്ല, ഇത് ഞാൻ പറഞ്ഞപ്പോ ഇത് ചീത്തല്ല എന്ന് എല്ലാവർക്കും അറിയില്ലേ? ഇപ്പൊ ഇയാൾ വന്ന് ഞാൻ എനിക്കൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ ഒരു കമ്മീഷൻ വെച്ച് അന്വേഷണത്തിന് വെച്ചോന്ന് പറഞ്ഞു. അങ്ങനെ കമ്മീഷൻ വെക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ലാതെയായി. കാരണം ഇയാൾ എന്നെ സമ്മതിച്ചതൊക്കെ അവിടെ കമ്മീഷനായിട്ട് മൗലവിയെ തന്നെ നമ്മൾ അംഗീകരിച്ചു. മൗലവി പറയുന്നേട്ടോളെ ഓതിയിട്ടുണ്ട്, പേരോട് പറഞ്ഞതൊക്കെ നടന്നിട്ടുണ്ട് എന്നതാണ് ഇനി അയാൾ പറയുന്നത്. നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കേട്ടോളി. പിന്നെ ബാപ്പാനെ ചീത്ത പറയുമ്പോ സ്വന്തം പിതാവിനോട് സ്നേഹമുള്ളവർക്കൊക്കെ ഇത്തിരി ഒരു വികാരം ഉണ്ടാവും.
എന്ന് വിചാരിച്ച് ഞാൻ ആരുടെയും വാപ്പാനായിട്ട് തിരിച്ചു പറയണമില്ല. എനിക്കത് പറയേണ്ട കാര്യമല്ല. അപ്പറ നിങ്ങൾ മനസ്സിലായോ? അയാള് എന്നെ തിരിച്ചു പറയുന്നില്ല, കാരണം പറയേണ്ട കാര്യമില്ല. സംഗതി ശരിയാണ്, ഞാൻ എന്റെ വാപ്പനെ പരിഹരിച്ചിട്ടില്ല, അതുകൊണ്ട് പറയേണ്ടിയില്ല, കാര്യമില്ല. അത് അയാൾ പറഞ്ഞ നേരാണ്. നേര് പറഞ്ഞാൽ നേരാൻ സമ്മതിച്ചുവിട്ടണം. അയാൾ പറയുന്നത് തിരിച്ച് ഞാൻ നിങ്ങളെ വാപ്പനെ പറയുന്നില്ല, കാരണം എനിക്ക് പറയേണ്ട കാര്യമില്ല. ഒന്നുകൂടി മരണാന്തരം എന്റെ വാപ്പ മരണപ്പെട്ടതിന്റെ ശേഷം എന്റെ വീട്ടിൽ വെച്ച് എല്ലാ ചടങ്ങും നടന്നു. മരിച്ചോടത്ത് ഓത്തുണ്ടായി, മയ്യത്ത് കൊണ്ടുപോകുമ്പോ ദിക്ർ ചൊല്ലി, മയ്യത്ത് നിസ്കാരം, മയ്യത്ത് ഖബറിൽ വെച്ചതിന്റെ ശേഷം അവിടെ വെച്ച് അൽഫാത്തിഹ ഓതി, ഖുർആൻ ഓതി, 40 ദിവസം ഓത്ത് നടന്നു, മൗലൂദ് നടന്നു, അടിയന്തരം നടന്നു, എല്ലാ ആചാരങ്ങളും നടന്നു. ഈ ഹുസൈൻ സലഫിയുടെ ബാപ്പ മരിച്ചപ്പോൾ ഇയാൾ എന്തിനായി തെറ്റിദ്ധരിപ്പിക്കുന്നു? അപ്പോ എന്താ ഇയാൾ പറയണതെന്നറിയോ? എല്ലാ കർമ്മങ്ങളും നടന്നു, സുഹൃത്തുക്കളെ നടന്നീനെന്താ? ഞാൻ പറയുന്നില്ല നടന്നിട്ടില്ല, എന്തേ നടന്നു എന്ന് എനിക്ക് പറയാൻ കഴിയൂല. ഇയാൾ ഈ പറയുന്നതിൽ കളവുണ്ടോന്നും എനിക്കറിയില്ല, ഞാനത് അന്വേഷിക്കാൻ പോയിട്ടില്ല. ഇത് ചീറ്റിയ എല്ലാം നടന്നു അയാൾ തന്നെ പറയുന്നു. ഇനി ബാക്കി ശരിക്കും മനസ്സിലാക്കണം, അതുകൊണ്ടാ പറയുന്നത്, തെറ്റിദ്ധരിക്കാതിരിക്കാൻ. എന്നിട്ട് ആ സമയത്ത് മൂപ്പര് പറയണ ഇയാളുടെ ബാപ്പ ഇയാളെയും കൂട്ടി മങ്കൂസ് ഓതാനും യാസീൻ ഓതാനും ഒക്കെ പോയിരുന്നു. ബാപ്പന്റെ പോക്കറ്റില് പുലാമന്തോളുള്ള ആളുകൾ കാശിട്ട് കൊടുക്കും. ചിലപ്പോ ഇയാളെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കുന്ന തോന്നുന്നത് എനിക്കത്ര ഉറപ്പില്ല എന്ന് മൂപ്പര് പറയുന്നു. അങ്ങനെയാണ് ആ ബാപ്പ ഇയാളെ പോറ്റി വളർത്തിയത്. എന്നിട്ട് ആ ബാപ്പ മരിച്ചപ്പോ നാദാപുരത്ത് വന്നിട്ട് ബാപ്പാനെ ചീത്ത പറയാണ്. എങ്ങനെ ഇയാളുടെ ഇജ്തിഹാദ്? ഇയാൾ ഗവേഷണം ചെയ്ത് ഒപ്പിക്കുന്ന കാര്യം നോക്കി നിങ്ങൾ. ഞാൻ എന്റെ പിതാവിനെ ചീത്ത പറഞ്ഞോ? മാത്രല്ല സുഹൃത്തുക്കളെ, എന്റെ പിതാവ് യാസീൻ ഓതാൻ പോയിട്ടുണ്ട്, മൗലിദ് ചൊല്ലിയിട്ടുണ്ട്, ഞാനും കൂടെ പോയിട്ടുണ്ട്. അല്ലാന്ന് ഞാൻ പറയുന്ന നിങ്ങൾ വിചാരിച്ചത് പോയിട്ടുണ്ട്. ഇയാള് ചോദിക്കാണ്, നിങ്ങളെ നാട്ടിൽ പ്രസംഗിക്കാൻ ധൈര്യം ഉണ്ടോ? അങ്ങോട്ട് വാ നാട്ടിലേക്ക്.